ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. എടാ എന്തൊക്കെയുണ്ടാ വിശേഷം? എല്ലാരും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ട് റെഡി ആയിട്ട് വന്നേക്കുമായിരിക്കും അല്ലെ? ഓക്കെ, ഇപ്പൊ പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് മിസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, പഠിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവുന്ന മിസ്സിന് അറിയാം. ഓക്കെ, എടാ നമ്മൾ കഴിഞ്ഞ പാട്ടില് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാടാ? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ചാപ്റ്റർ 10 റെക്ടാങ്കിൾ മാത്ത് അഥവാ ചതുര കണക്കുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോ അല്ലെ കഴിഞ്ഞ ദിവസവും പഠിച്ചു. ഇപ്പോഴും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇതാണ് അല്ലെ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടില് നമ്മൾ പഠിച്ച കാര്യം എന്താടാ? അതൊന്ന് മിസ് ഒന്ന് വേഗം ഒന്ന് ഓർമ്മപ്പെടുത്താം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പൊ അധികം ഒന്നും പറയുന്നില്ല മിസ്, വേഗം ചാപ്റ്ററിലേക്ക് കടക്കാണ്. കാരണം ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അപ്പൊ കഴിഞ്ഞ പാട്ടില് നമ്മൾ എന്തായിരുന്നു അവിടെ പഠിച്ചത്? ഒരു റെക്ടാങ്കിൾ അഥവാ ചതുരം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടില് നമ്മൾ പഠിച്ച കാര്യം അല്ലെ? പെരിമീറ്റർ അഥവാ ചുറ്റളവ്. എന്തായിരുന്നു പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്? ചുറ്റുമുള്ള അളവ് അല്ലെ? ഒരു റെക്ടാങ്കിളിന്റെ ചുറ്റുമുള്ള അളവ്, ബൗണ്ടറി പാർട്ട് അല്ലെ? അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നൂടാ നമ്മൾ കണ്ടുപിടിച്ചേ? നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു അല്ലെ? ഒരു ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു അത്? എന്തൊക്കെയായിരുന്നു? ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തിനെ, റെക്ടാങ്കിളിന്റെ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? വിഡ്ത് എന്ന് വിളിക്കും. ആൻഡ് ഈ ഒരു പോർഷനെ നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കും കേട്ടോ. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഈ വിഡ്ത് ഹൈറ്റ് എന്നതിന് പകരം നിങ്ങൾ നീളം വീതി, ലെങ്ത് ബ്രെഡ്ത്ത് എന്നായിരിക്കും പഠിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം ഇതാണ് കേട്ടോ, വിഡ്ത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താടാ ചെയ്തത്? വിഡ്ത്തും ഹൈറ്റും കൂടി എന്ത് ചെയ്യും മക്കളെ? കൂട്ടും. എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കും അല്ലെ? നമ്മൾ എന്താ ചെയ്യുന്നത്? വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടും, എന്നിട്ട് അതിനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കും. അപ്പോഴാണ് നമുക്കൊരു റെക്ടാങ്കിളിന്റെ എന്ത് കിട്ടുന്നത്? പെരിമീറ്റർ അഥവാ ചുറ്റളവ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. ഒരു റെക്ടാങ്കിൾ മിസ് വരച്ചു. ഇതിന്റെ സൈഡ്സ് ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് കൊടുക്കാം? 6 എന്ന് മിസ് എടുത്തു കേട്ടോ. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് മിസ് 3 ആണ് എടുക്കുന്നത്. ഓക്കെ, ഇത് 6 സെന്റിമീറ്റർ ആൻഡ് ഇത് 3 സെന്റിമീറ്റർ എന്ന് മിസ് എടുക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം പറഞ്ഞ മക്കളെ, എന്തായിരിക്കും ഇവിടെ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്? ചുറ്റളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വേഗം എല്ലാവരും കമന്റ് ചെയ്തേ. ചുറ്റളവ് അഥവാ പെരിമീറ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ? നമ്മൾ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ഇൻടു 2 അല്ലെ? വിഡ്ത്തിനെയും ഹൈറ്റിനെയും കൂട്ടുന്നു, 2 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. 2 ഇൻടു ഇവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ് അല്ലെ? ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 + 3 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 2 ഇൻടു 6 + 3 എത്രയാ? 9 ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ 2 ഇൻടു 9 ഇസ് ഈക്വൽ ടു 18 സെന്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടി മക്കളെ? പെരിമീറ്റർ അഥവാ ചുറ്റളവ് കിട്ടി. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ച കാര്യം. ജസ്റ്റ് മിസ് ഒന്ന് വേഗം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ പെരിമീറ്ററിന്റെ ഇക്വേഷൻ മറക്കരുത്. എന്താണ്? വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ഇൻടു 2 കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക്, നമ്മുടെ പാർട്ടിലേക്ക് നമ്മൾ കടക്കാടാ. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് മെഷറിംഗ് ഇൻസൈഡ്സ്, അകത്തെ അളവ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ടോപ്പിക് ഏതായിരുന്നു? മെഷറിംഗ് ബൗണ്ടറീസ് അല്ലെ? ചുറ്റുമുള്ള അളവിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് എന്താ? അകത്തെ അളവ് അല്ലെ? ഇൻസൈഡ് അല്ലെ? മെഷറിംഗ് ഇൻസൈഡ്സ്. ഒരു റെക്ടാങ്കിളിന്റെ, ഒരു ചതുരത്തിന്റെ അകത്തുള്ള അളവ് എന്താണ് എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയിടാം മിസ്, ഇവിടെ രണ്ട് റെക്ടാങ്കിൾസ്, 2 ചതുരങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാടാ വലുത്? നമുക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഫസ്റ്റ് റെക്ടാങ്കിൾ ആണോ സെക്കൻഡ് റെക്ടാങ്കിൾ ആണോ വലുതായിട്ട് തോന്നുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താടാ? ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ സ്ക്വയറും എത്ര വീതമാണ്? ഓരോ സൈഡും 1 സെന്റിമീറ്റർ വീതമുള്ള സ്ക്വയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്തായിരിക്കും?
വിഡ്ത്ത് എന്തായിരിക്കും? എന്തായിരിക്കൂടാ? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 വരും, ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും അല്ലെ? അപ്പൊ ടോട്ടൽ എത്ര വരും? 1 2 3 4 5 6 ടോട്ടൽ 6 ആണ് നമുക്ക് എന്ത് വരിക? ഇതിന്റെ വിഡ്ത്ത് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇതുപോലെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു സ്ക്വയറേ ഉള്ളൂ, അത് 1 സെന്റിമീറ്റർ എന്ന നമുക്ക് ഹൈറ്റ് ഇട്ട് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ കാര്യമാണ് മക്കളെ. അപ്പോൾ കാണാത്തവർ അത് പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ 6 സെന്റിമീറ്റർ ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത റെക്ടാങ്കിൾ ഒന്ന് നോക്കിയിടാ. അടുത്ത റെക്ടാങ്കിൾ എന്താ സംഭവം നോക്കിക്കേ. ഇതിന്റെ വിഡ്ത്ത് എന്ത് വരും? 1 1 1 1 അല്ലെ? ഓരോ സ്ക്വയറിന്റെയും സൈഡ്സ് എത്ര വീതമാണ്? 1 സെന്റിമീറ്റർ വീതമാണ്. അപ്പൊ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിന്റെ ഹൈറ്റ് എന്തായിരിക്കൂടാ? ഹൈറ്റ് എന്താ? 1 2 3 അല്ലെ? 3 ആയിരിക്കും ഇവിടുത്തെ ഹൈറ്റ് ആയിട്ട് വരിക അല്ലെ? 3 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 റെക്ടാങ്കിളിന്റെയും വിഡ്ത്തും ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഒന്ന് പറഞ്ഞ ഇതിൽ ഏതാണ് വലുത്? ഏതായിരിക്കും വലുത്? നമുക്കൊരു ഡൗട്ട് വരും അല്ലെ? എന്തുകൊണ്ടാണ്? ഇതിന്റെ വിഡ്ത്ത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതിനെന്താ നീളം കൂടുതലാണ്, മറ്റേതിന് 4 സെന്റിമീറ്റർ ഉള്ളൂ. അപ്പൊ ഇതല്ലേ മിസ്സേ വലുത് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മൾ നേരെ ഒന്ന് തിരിച്ചു നോക്കിയടാ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്, ഇതിന്റെ ഹൈറ്റ് 1 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ വീണ്ടും കൺഫ്യൂഷൻ ആയല്ലേ? ഇതിന് 3 ഉണ്ടല്ലോ മിസ്സേ വിഡ്ത്ത്, ഇതിന് 1 അല്ലേ ഉള്ളൂ. അപ്പൊ ഇതല്ലേ വലുതാവണ്ടേ? നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒന്നും പിടികിട്ടാത്ത അവസ്ഥയല്ലേടാ. മിസ് പറഞ്ഞു തരാടാ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ അനിയന്മാരോട് അനിയത്തിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേടാ, എന്റെ റൂമാണ് വലുത്, നിങ്ങളുടെ റൂം ചെറുതാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇല്ലേ? എന്റെ റൂമാണ് വലുത്, നിങ്ങളുടെ റൂമൊക്കെ ചെറുതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹാള് ഭയങ്കര വലുതാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഈ വലുത് ചെറുത് നമ്മൾ പറയുന്നത് എങ്ങനെയാടാ? ഈ റൂമിന്റെ കേസിൽ എങ്ങനെയാ വലിപ്പം നമ്മൾ പറയുന്നത്? നമുക്കറിയാലോ, നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഈ വലുത് ചെറുത് പറയുന്നത്? ആ റൂമില് എത്രത്തോളം സ്പേസ് ഉണ്ട്, എത്രത്തോളം സാധനങ്ങൾ അതിൽ വെക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടല്ലേ നമ്മുടെ റൂമിന്റെ സൈസ് വലിപ്പം പറയുന്നത് അല്ലെ? വലുത് ഇതാണ്, ചെറുത് ഇതാണെന്ന് പറയുന്നത് അങ്ങനെയല്ലേടാ? അകത്തെ സ്പേസ് എത്രയുണ്ട് എന്നല്ലേ നമ്മൾ നോക്കുന്നത് ആണല്ലോ. അതുപോലെ തന്നെയാണ് മക്കളെ റെക്ടാങ്കിളിന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത്. എന്താണ്? ഏത് റെക്ടാങ്കിൾ ആണ് വലുത് എന്ന് അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ റെക്ടാങ്കിളിന്റെ അകത്ത് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, എത്രത്തോളം സ്പേസ് ഈ റെക്ടാങ്കിൾസിൽ ഉണ്ട് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ അതിനായിട്ട് മിസ് ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു സ്ക്വയർ എടുക്കാണേ മിസ്. ഒരു സ്ക്വയർ എടുത്ത് ഒരു കുഞ്ഞു സ്ക്വയർ എടുക്കാണേ. ഈ കുഞ്ഞു സ്ക്വയറിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് എന്താ? 1 സെന്റിമീറ്റർ വീതം. എല്ലാ സൈഡും എന്താണ് മക്കളെ? 1 സെന്റിമീറ്റർ വീതമാണ് സൈഡ്സ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞു സ്ക്വയറിന് മിസ് എടുത്തേ. എന്നിട്ട് മിസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ഈ 2 റെക്ടാങ്കിൾസിന്റെ ഉള്ളിലും എന്ത് ചെയ്യുന്നു? ഈ സ്ക്വയേഴ്സിനെല്ലാം ദേ ഇങ്ങനെ അടക്കി മിസ് വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഈ ബ്ലൂ യെല്ലോ കളറ്, വീണ്ടും ബ്ലൂ യെല്ലോ, അതുപോലെ ഇവിടെ പിങ്കും ബ്ലൂ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ക്വയറിനെ 1 സെന്റിമീറ്റർ സൈസ് അല്ലെ സൈഡുകളുള്ള സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ഈ ഒരു റെക്ടാങ്കിൾസിന്റെ അകത്ത് നിരത്തി അങ്ങോട്ട് വെച്ചേക്കാണ്. അപ്പൊ അങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞപ്പോ ഫസ്റ്റ് റെക്ടാങ്കിളില് എത്ര സ്ക്വയേഴ്സ് വെക്കാൻ പറ്റിയെന്ന് നോക്കിയേ. എത്ര സ്ക്വയേഴ്സ് വെക്കാൻ പറ്റി നോക്കി? 1 2 അല്ലെ? 1 2 3 4 5 6 അല്ലെ? ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ആണ് നമ്മുടെ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ അകത്ത് വെക്കാൻ പറ്റിയതാ? 6 സ്ക്വയേഴ്സ് ആണ് നമുക്ക് വെക്കാനായിട്ട് പറ്റി അല്ലെ? 1 2 3 4 5 6 അല്ലെ? ടോട്ടൽ അപ്പോ 6 സ്ക്വയേഴ്സ് ആണ് നമ്മുടെ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റിയത്. ഓക്കെ, ഇനി രണ്ടാമത്തെ റെക്ടാങ്കിൾ ഒന്ന് നോക്കിയിടാ. അതിന്റെ അകത്ത് നമ്മൾ ഈ സ്ക്വയറിനെ അങ്ങനെ നിരത്തി വെക്കുകയാണേ. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ എത്ര സ്ക്വയറുകൾ അവിടെ വെക്കാൻ പറ്റിയൊന്ന് നോക്കി. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, എത്ര എണ്ണം വെക്കാൻ പറ്റിയടാ? 12 സ്ക്വയേഴ്സിനെ, 12 സമചതുരങ്ങളെ നമുക്ക് എവിടെ വെക്കാൻ പറ്റി മക്കളെ? നമ്മുടെ രണ്ടാമത്തെ റെക്ടാങ്കിൾ വെക്കാൻ പറ്റി. പക്ഷെ ആദ്യത്തെ റെക്ടാങ്കിൾ എത്ര സമചതുരേ വെക്കാൻ പറ്റുള്ളൂ? 6 സമചതുരേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പേസ് ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് ഏത് റെക്ടാങ്കിളിനായിരിക്കും?
നമുക്കറിയാം അല്ലെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്തായിരിക്കും. മിസ് ചെയ്തേ, രണ്ടാമത്തെ റെക്ടാങ്കിളിലാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത്. കാരണം രണ്ടാമത്തെ റെക്ടാങ്കിളിലാണ് ഏറ്റവും കൂടുതൽ സ്ക്വയേഴ്സിന് നമുക്ക് വെക്കാൻ പറ്റിയത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ അകത്തെ റെക്ടാങ്കിളിന്റെ അകത്തെ ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഏരിയ അഥവാ പരപ്പളവ്. എന്താടാ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഏരിയ എന്ന് പറയുന്നത്? ഒരു റെക്ടാങ്കിളിന്റെ അകത്തുള്ള സ്പേസിനെ നമ്മൾ വിളിക്കുന്ന, സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏരിയ അല്ലെ. നമ്മുടെ വീട്ടില് നമ്മുടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അത് ഇത്ര ഏരിയ ആണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേടാ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സ്ഥലത്തില്, നമ്മുടെ ആ ഒരു പ്ലോട്ടില് അത്രത്തോളം സ്പേസ് ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഏരിയ അഥവാ പരപ്പളവ് എന്താണ് എന്നുള്ളത് കത്തിയില്ലേ? ഓക്കെ, ഇനി ഈ ഏരിയക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ പറഞ്ഞു ഇതിന്റെ ഏരിയ അല്ലെ, ഈ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 6 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഇതിൽ 6 സ്ക്വയേഴ്സിനെയാണ് നമുക്ക് വെക്കാനായിട്ട് പറ്റിയത്. അപ്പൊ അതിന്റെ അകത്ത് സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 6 ആണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നോക്കിയടാ, രണ്ടാമത്തെ റെക്ടാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 12 സ്ക്വയേഴ്സ് ആണ് വെക്കാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഇതാണ്, അതിന്റെ ഏരിയ 12 ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയ പറയുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയോ? ഈ സ്ക്വയറിനെ 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയറിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? റെക്ടാങ്കിളിന്റെ ഏരിയ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഏരിയക്ക് ഈ റെക്ടാങ്കിളിന്റെ സൈഡ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടാടാ. ഇവിടെ നോക്കിക്കോ, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് റെക്ടാങ്കിൾ മിസ് എടുക്കാണേ. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എ എന്ന് മിസ് എഴുതാണ്. ഏരിയ നമുക്ക് 6 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതിന് സൈഡ്സ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നോക്കിക്കോ, ഇതിന്റെ സൈഡ്സ് എങ്ങനെയാടാ? വിഡ്ത്ത് എന്ന് പറയുന്നത് 6ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 1ഉമാണ്. ഈ 6നെയും 1നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേടാ നമുക്ക് 6 കിട്ടുന്നത് അല്ലേ? 6 × 1 ചെയ്യുമ്പോഴല്ലേടാ 6 കിട്ടുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താടാ? ഏരിയ കിട്ടാനായിട്ട്, പരപ്പളവ് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? വിഡ്ത്തിനെയും ഹൈറ്റിനെയും എന്ത് ചെയ്യും മക്കളെ? മൾട്ടിപ്ലൈ ചെയ്യും. നീളത്തിനെയും ഉയരത്തിനെയും തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? നമ്മുടെ ഏരിയയെ കിട്ടുന്നത്. ഓക്കെ ആണോ? ഇനി ഞാൻ പറഞ്ഞു, വെറുതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത റെക്ടാങ്കിളിന്റെ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെ, ഇത് തന്നെയാണോ സംഭവം? ഇങ്ങനെ തന്നെയാണോ ഏരിയ കിട്ടുന്നത്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ മിസ് പറഞ്ഞു ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 12 ആയിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 12 നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് കിട്ടുമോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയടാ, ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാടാ? 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കി. 4 × 3 മിസ് ചെയ്യാണേ. അപ്പൊ എത്ര വന്നൂടാ? 12 കിട്ടി. ഈ 12 അല്ലേ നമ്മുടെ ഏരിയ അല്ലേടാ? അപ്പൊ എന്താ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഏരിയ. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? അതിന്റെ വിഡ്ത്തിനെയും ഹൈറ്റിനെയും തമ്മിൽ ഗുണിച്ചാൽ മതി. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? ഏരിയ അഥവാ പരപ്പളവ് = വിഡ്ത്ത് × ഹൈറ്റ്. എന്താണ്? നീളം × ഉയരം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മക്കളെ? ഏരിയ കിട്ടുന്നത്. ഓക്കെ ആണല്ലോടാ? അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, മിസ് എടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്വയർ, ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എന്തായിരിക്കും ഇതിന്റെ ഏരിയ വരിക? എന്തായിരിക്കും? ഇതിന്റെ വിഡ്ത്ത് 1 ആണ്, ഹൈറ്റ് 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഏരിയ വിഡ്ത്ത് × ഹൈറ്റ്, ദാറ്റ് ഈസ് 1 × 1. നമുക്ക് എന്ത് കിട്ടും? 1 ആണെന്ന് കിട്ടും. ഇതിന്റെ ഏരിയ, ഒരു 1 സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 1 ആയിരിക്കും. അതിനൊരു യൂണിറ്റ് കൂടിയുണ്ട്, നിങ്ങൾ പഠിച്ചിരിക്കണം മക്കളെ, സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് യൂണിറ്റ് കേട്ടോ. നമ്മുടെ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ സെന്റിമീറ്റർ അഥവാ സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ പറയും കേട്ടോ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നത് ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ്. ചതുരശ്ര സെന്റിമീറ്റർ കേട്ടോ. ഇതാണ് മലയാളത്തിൽ നമ്മൾ ഏരിയ അഥവാ പരപ്പളവിന്റെ യൂണിറ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇപ്പൊ 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? 1 സെന്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഏരിയയാണ്.
ഓക്കെ ആണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേടാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് the area of a square of side 1 centimeter is said to be 1 square centimeter. വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവാണ് എന്തെന്ന് പറയുന്ന മക്കളെ 1 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോടാ. ഇതാണ് നമ്മുടെ ഏരിയ അഥവാ പരപ്പളവിനെ പറ്റി ആദ്യം പഠിക്കാനുള്ള കാര്യം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് പാർട്ടില് കുറെ കൂട്ടുകാര് റെക്ടാങ്കിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. റെക്ടാങ്കിൾ ഒക്കെ കൈ പിടിച്ച് റെഡിയാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, ആ റെക്ടാങ്കിൾസിന്റെ ഒക്കെ എന്ത് നമ്മൾ കണ്ടുപിടിച്ചു? പെരിമീറ്റർ, ചുറ്റളവ് നമ്മൾ കഴിഞ്ഞ പാർട്ടില് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഈ പാർട്ടില് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് അറിയോ? ഏരിയ അഥവാ പരപ്പളവാണ്. നമ്മളിപ്പോ പഠിച്ച കാര്യം അതല്ലേ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും, പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇക്വേഷൻ ഒന്ന് മിസ് നോക്കിക്കുകയും മിസ് ഇവിടെ എഴുതാണ്. ഇക്വേഷൻ ഇവിടെ എഴുതിയിടാം. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യം എന്തായിരുന്നുടാ? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വിഡ്ത്തിനെയും ഹൈറ്റിനെയും, നീളത്തിനെയും ഉയരത്തിനെയും തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന മക്കളെ? ഏരിയ അഥവാ ഹൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ യൂണിറ്റ് എഴുതാനായിട്ട് ഓർക്കാട്ടോ. യൂണിറ്റ് എഴുതിയാലേ നമ്മുടെ മാത്സിൽ മിക്ക ക്വസ്റ്റ്യൻസിനും നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യൂണിറ്റ് എഴുതാത്ത ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിക്കുക. എന്ത് പഠിക്കുക? യൂണിറ്റ് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, നോക്കിയടാ. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാലോ. ഓരോന്നിന്റെയും ഏരിയ ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാലോ. ഓക്കെ, സോ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ അവർ തന്നിട്ടുണ്ട് അല്ലെ. നോക്കി, വിഡ്ത്ത് 6 ആണെന്നും പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് എന്ന് പറയുന്നത് 1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കി, ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 6നെയും 1നെയും തമ്മിൽ നമ്മൾ ഗുണിക്കുന്നു. 6 × 1 എത്രയാടാ? 6 എന്ന് നമുക്ക് ഏരിയ കിട്ടിയിട്ടുണ്ട്, അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. അടുത്ത ഏരിയ കണ്ടുപിടിക്കാം അല്ലെ. എന്താ വരിക? ഇവിടെ 3 വിഡ്ത്ത്, ഹൈറ്റ് 2 ആണ്. അപ്പൊ ഏരിയ എന്തായിരിക്കും? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? 3 × 2 എന്ന ഏരിയ വരും. ദാറ്റ്സ് ഈക്വൽ ടു 6 എന്താണ്? സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾ എഴുതാൻ പഠിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് നമ്മുടെ ടേബിളിൽ തന്നെ സ്ക്വയർ സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. എഴുതുന്ന നിർബന്ധമില്ല, പക്ഷെ എങ്കിലും നിങ്ങൾ അങ്ങനെ എഴുതി തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിനും ഇതുപോലെ തന്നെ എഴുതാതെ ഇരിക്കും കേട്ടോ. ഇപ്പോഴേ നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. അപ്പൊ 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് കിട്ടി? ഏരിയ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിയടാ. അടുത്ത റെക്ടാങ്കിളിന്റെ ഏരിയ ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടെ വിഡ്ത്ത് 3 ആണ്, ഹൈറ്റും 3 ആണ് അല്ലെ. വിഡ്ത്തും ഹൈറ്റും 3 ആണ്. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ത് വരും? 3 × 3 ദാറ്റ്സ് ഈക്വൽ ടു 9 സ്ക്വയർ സെന്റിമീറ്റർ. 9 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാലോ. നോക്കിക്കോ, എന്ത് വരും? 9 ആണ് നീളം എന്ന് പറയുന്നത്. ആൻഡ് ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലെ. ഏരിയ സിമ്പിൾ ആണ്. എന്ത് നമുക്ക് കണ്ടുപിടിക്കാം? ഏരിയ ഇസ് ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദാറ്റ് ഈസ് 9 × 1 ഈക്വൽ ടു 9 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേടാ? ഓക്കെ ആണല്ലോ. അപ്പൊ 9 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 9 എന്താണ്? സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് ഏരിയ കിട്ടി. ഓക്കെ, അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലെ, ഈ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കരുത് മക്കളെ. പെരിമീറ്ററിന്റെ ഇക്വേഷൻ മിസ് പറഞ്ഞു, അതും മറക്കരുത്. ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചധികം പ്രോബ്ലംസ് കൂടി തന്നിട്ടുണ്ടാ. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമല്ല. ഇനി നമ്മുടെ സ്ക്വയർ, നമ്മൾ നേരത്തെ എടുത്ത സ്ക്വയർ ഇല്ലേടാ, ആ സ്ക്വയറിന്റെ സൈഡ്സ് നമ്മൾ 1 സെന്റിമീറ്റർ വീതമാണ് പറഞ്ഞത് അല്ലെ. ഇനി സപ്പോസ് നമ്മുടെ സ്ക്വയറിന്റെ ലെങ്ത് അല്ലെങ്കിൽ സൈഡ്സ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണെങ്കിൽ അവിടെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയോ? 1 × 1 അല്ലെ. 1 × 1 ആണ്. ദാറ്റ് ഇസ് 1 ആണ്. പക്ഷേ യൂണിറ്റിൽ വ്യത്യാസമുണ്ടടാ. നമ്മൾ അവിടെ യൂണിറ്റ് എന്തായിരുന്നു പറഞ്ഞേ? സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. സ്ക്വയർ സെന്റിമീറ്റർ ഇതായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ. ഇവിടെ വരുമ്പോ നമുക്ക് തന്നിരിക്കുന്ന സൈഡ്സ് മീറ്ററിൽ ആണ് എങ്കിൽ നിങ്ങൾ എഴുതുക ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സൈഡ്സ് സെന്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ
ഏരിയ എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയറിൽ ആയിരിക്കും. ഇനി സൈഡ്സ് മീറ്ററിലാണ് തരുന്നതെങ്കിൽ ഏരിയ അഥവാ പരപ്പളവ് എന്തിലായിരിക്കും? മീറ്റർ സ്ക്വയറിലായിരിക്കും. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെറ്റ് ആക്കി വെക്കാട്ടാ. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണ് സൈഡ്സ് എങ്കിൽ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടാടാ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഭംഗിയായിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നോക്കി, ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. എന്താണ്? ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? വശങ്ങളുടെ നീളങ്ങളുടെ ഗുണനഫലമാണ്. നമ്മളിപ്പോ പഠിച്ചില്ലേടാ, ആ വിട്ടും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? നമ്മുടെ പരപ്പളവിനെ, ഏരിയയെ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് മിസ് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാലോ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഏരിയ പഠിച്ചു കഴിഞ്ഞു. ഏരിയ നമുക്ക് അടിപൊളിയായിട്ട് ഇനി ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് the areas of the rectangles with length of sides as below. Okay, അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സൈഡ്സ്, റെക്ടാംഗിൾസിന്റെ, ചതുരങ്ങളുടെ വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം, പരപ്പളവ് കണ്ടുപിടിക്കണം. നമ്മളിപ്പോ ചെയ്ത കാര്യം തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താണ് നോക്കിയടാ? ആദ്യം തന്നിരിക്കുന്ന റെക്ടാംഗിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് 6ഉം 3യുമാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് വിഡ്ത്ത് ആയിട്ട് എടുക്കാം, 3 എന്ന് പറയുന്നത് ഹൈറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ 6 × 3 എനിക്ക് ചെയ്യാം. അല്ല എങ്കിൽ എനിക്ക് നേരെ തിരിച്ചെടുത്താലും പ്രശ്നമില്ല കേട്ടോ. 3നെ വിഡ്ത്ത് ആയിട്ട് എടുക്കുന്നു, ഹൈറ്റിനെ 6 ആയിട്ട് എടുക്കുന്നു. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ആൻസർ എന്തായിരിക്കും? 18 തന്നെയല്ലേ? മാറ്റം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. വിഡ്ത്തും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിങ്ങൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും വലിയ വ്യത്യാസം നമ്മുടെ ഏരിയയിൽ ഉണ്ടാകില്ല. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്താണ്? ഏരിയ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ, സൈഡ്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ സൈഡ്സ് ഏതൊക്കെയാണ്? 6ഉം 3യും ആണ്. നമ്മൾ 6 × 3 ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടെ ആൻസർ? ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 18 എന്ന് നമുക്ക് കിട്ടി അല്ലെ. 6 × 3 ദാറ്റ് ഈസ് 18 എന്ന് കിട്ടി. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കിയടാ. യൂണിറ്റ് എന്താണെന്ന് നോക്കാൻ ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാ. നമുക്ക് തന്നിരിക്കുന്ന എന്തിലാണ്? സെന്റിമീറ്ററിലാണ്. അപ്പൊ നമ്മുടെ ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോടാ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഇതൊക്കെ എന്ത് അല്ലെ? 18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് നമ്മുടെ ഏരിയ പരപ്പളവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതേ സ്പീഡിൽ വേഗം അടുത്തൊന്ന് ചെയ്തു നോക്കിയടാ. അടുത്തതിന്റെ ഏരിയ വേഗം ആവട്ടെ, വേഗം ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും വരിക? ഇവിടെ നോക്കിക്കോ. ദി സെക്കൻഡ് വൺ സൈഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 12ഉം 5ഉമാണ്. സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ വരിക? ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 12 × 5 എന്ന് നമുക്ക് കിട്ടും അല്ലെ. 12ഉം 5ഉം ആണ് സൈഡ്സ്. അവരെ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 × 5 എത്രയാടാ? വേഗം ഒന്ന് പറഞ്ഞേ. 12 × 5 എന്ന് പറയുന്നത് 60 ആണ്. ഇനി നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ മാർക്കില്ല. അപ്പൊ യൂണിറ്റ് എഴുതണം. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് എന്തായിരിക്കും? ഇവിടെ 2ഉം സെന്റിമീറ്ററിലായിരുന്നു. ഏരിയയുടെ യൂണിറ്റ് എന്ത് വരും? സെന്റിമീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ സെന്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പൊ 60 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തതിന്റെ നോക്കിയടാ. അടുത്തത് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താ തന്നിരിക്കുന്നേ? സൈഡ്സ് എന്ന് പറയുന്നത് 8 മീറ്ററും 5 മീറ്ററും ആണ് തന്നിരിക്കുന്നത് കേട്ടോ. എന്താണ്? സൈഡ്സ് 8ഉം 5ഉം എന്തിലാണ്? മീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 8ഉം 5ഉം ആണ് സൈഡ്സ്. ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? സൈഡ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 8 × 5 നമുക്ക് എത്ര വരും? 8 × 5 എത്രയാടാ? 40 എന്ന് നമുക്ക് കിട്ടും. യൂണിറ്റ് എഴുതണം. 8ഉം 5ഉം മീറ്ററിലായിരുന്നു. സോ ഏരിയ എന്തിലാവും? മീറ്റർ സ്ക്വയറിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 40 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് വൺ എന്താ വരിക? 11 മീറ്റർ 7 മീറ്റർ. ഓക്കെ, 11 മീറ്റർ 7 മീറ്റർ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ.
11 മീറ്ററും 7 മീറ്ററും ആണ് സൈഡ്സ് തന്നിരിക്കുന്നത്. നോക്കുക, മീറ്ററിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഏരിയ എന്ത് വരൂടാ? 11 into 7 അല്ലെ? നമ്മൾ സൈഡ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഗുണിക്കുന്നു. അപ്പൊ എന്ത് കിട്ടൂടെ ഏരിയ? 11 into 7 ദാറ്റ് ഇസ് ഈക്വൽ ടു 77 അല്ലെ? 77. യൂണിറ്റ് എന്ത് വരും മക്കളെ? യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. കാരണം നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സൈഡും എന്തിലാണ്? മീറ്ററിലാണ്. സോ നമ്മുടെ ഏരിയ ഇസ് ഈക്വൽ ടു 77 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. എളുപ്പല്ലേ? സിമ്പിൾ അല്ലേ? ഇത്രയുള്ളൂടെ ഏരിയ, ഇത്രയുള്ളൂ ഏരിയ. ഓക്കെ, ഇപ്പൊ നമ്മൾ പെരിമീറ്ററും കണ്ടുപിടിക്കാൻ പഠിച്ചു, ഏരിയയും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇത് രണ്ടുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നത് എന്താണെന്നത് ഈ മിസ് ഇപ്പൊ കാണിച്ചു തരാം. നോക്കിക്കോ കേട്ടോ. ഡ്രോ റെക്ടാങ്കിൾസ് ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ as below. എന്താ നമുക്ക് തന്നിരിക്കുന്നേ? നമുക്ക് കുറച്ച് റെക്ടാങ്കിൾസിന്റെ ഏരിയയും പെരിമീറ്ററും, എന്തൊക്കെയാണ്? പരപ്പളവും ചുറ്റളവും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? താഴെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ? റെക്ടാങ്കിൾസിനെ, ചതുരങ്ങളെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെ വരക്കൂടാ? ചതുരങ്ങളെ അല്ലെങ്കിൽ റെക്ടാങ്കിൾസിനെ വരക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അവരുടെ സൈഡ് എത്രയാണെന്ന് അറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലേടാ? ഓക്കെ, അപ്പൊ ഈ സൈഡ്സ് നമുക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ സൈഡ്സ് കണ്ടുപിടിക്കാനായിട്ട് അവർ ക്ലൂ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് ഏരിയയും പെരിമീറ്ററും, പരപ്പളവും ചുറ്റളവും. ഓക്കെ, നമുക്ക് ഒരെണ്ണം ചെയ്തു നോക്കാം അല്ലെ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ മിസ് ഫിഗർ വരയ്ക്കുമ്പോൾ റഫ് ആയിട്ടാണ് വരയ്ക്കുന്നത് കേട്ടാടാ. അപ്പൊ നിങ്ങൾ ഫെയർ ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് സ്കെയിലും പെൻസിലും പ്രൊട്രാക്ടറും അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. മിസ് ഇവിടെ റഫ് ആയിട്ട് പറഞ്ഞു തരാൻ നിങ്ങൾക്ക്, നിങ്ങൾ അതനുസരിച്ച് നല്ല രീതിയിൽ വരയ്ക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഏരിയ പെരിമീറ്റർ തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിനെ വരയ്ക്കണം, ചതുരത്തിനും വരയ്ക്കണം. വരക്കണമെങ്കിൽ ആദ്യം സൈഡ് എന്താണ് എന്ന് നമുക്ക് അറിയണം. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് എടുക്കാണേ. എന്താണ്? 12 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയയും 14 സെന്റിമീറ്റർ ചുറ്റളവ് പെരിമീറ്ററുമാണ് തന്നിരിക്കുന്നത് കേട്ടോ. മിസ് ഒന്ന് എടുത്ത് എഴുതുവാണേ. ഏരിയ അഥവാ പരപ്പളവ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഇനി പെരിമീറ്ററും കൂടി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ഓക്കെ, പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? നോക്കി, 14. എത്രയാണ് തന്നിരിക്കുന്നത്? 14 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ മിസ് എഴുതാണ് 14 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്തൊക്കെ കിട്ടി? ഏരിയയും കിട്ടി, പെരിമീറ്ററും കിട്ടി. രണ്ടും മിസ് അങ്ങോട്ട് എഴുതി വെച്ചു. കുഴപ്പമില്ലല്ലോ. ഇനി എന്താണോ ചെയ്യണ്ടേ? നമുക്ക് സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തേ പഠിച്ചുള്ളൂ? ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആ ഇക്വേഷൻ അതേപടി അങ്ങോട്ട് എഴുതി വെക്കുക. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ? രണ്ട് സൈഡ്സും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? ഇവിടെ 12 ആണ് വരുന്നത് അല്ലെ? ഏരിയ 12 ആണ്. ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു ഉയരമാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 12 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വേഗം പറഞ്ഞേ. എന്താണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മളിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്തായിരുന്നു പെരിമീറ്റർ പഠിച്ച കാര്യം? എന്തായിരുന്നടാ പെരിമീറ്ററിന്റെ ഇക്വേഷൻ? എന്താണ്? നമുക്കറിയാം. എന്താണ്? നമ്മൾ വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടും, എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കും അല്ലെ? വിഡ്ത്തും ഹൈറ്റും കൂടി കൂട്ടും, 2 കൊണ്ട് ഗുണിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇതാണ് നമുക്ക് 14 എന്ന് തന്നിരിക്കുന്നത് അല്ലെ? പെരിമീറ്റർ ആണ് നമുക്ക് 14 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കാം അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയടാ, ഞാൻ ഈ 2വിനെ ഇപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോവാണേ. 2വിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. 2വിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ
എന്തായിരിക്കും സംഭവിക്കുക? ഈ 2 എന്ന് പറയുന്നത് നമ്മുടെ പെരിമീറ്ററിന്റെ ഈ ഇക്വേഷനിൽ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അല്ലെ, ഇൻടു ആയിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും മക്കളെ? ഡിവിഷൻ ആയിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? W പ്ലസ് H ഇസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലെ. എന്തുകൊണ്ടാണ്? ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ 14 ഡിവൈഡഡ് ബൈ 2 എന്താണ്? 14 ഡിവൈഡഡ് ബൈ 2 നമുക്കറിയാലോ. 7 into 2 ആണ് 14 നമുക്കറിയാം അല്ലെ. അപ്പൊ 14 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്രയാണ് കിട്ടുക? 7 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഒന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഇക്വേഷൻ എന്തായിരുന്നു? W പ്ലസ് H ഇസ് ഈക്വൽ ടു 7. ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഇക്വേഷൻ. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ എന്താ? W ഇൻറ്റു H ഇസ് ഈക്വൽ ടു 12. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമുക്കറിയാവുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിട്ടിനെയും ഹൈറ്റിനെയും നീളത്തിനെയും ഉയരത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കൂടാ? എങ്ങനെ കണ്ടുപിടിക്കും? വിട്ടും ഹൈറ്റും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പൊ ഈ വിട്ടും ഹൈറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവം? നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്? ഈ വിട്ടിനെയും ഹൈറ്റിനെയും ഗുണിക്കുമ്പോൾ 12 കിട്ടണം, കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 7 കിട്ടണം. അപ്പൊ എന്താണ്? കൂട്ടുമ്പോൾ 7ഉം ഗുണിക്കുമ്പോൾ 12ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മിസ് പറയാട്ടോ, ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ഇത്ര ഉള്ളൂടാ, ഗുണിക്കുമ്പോൾ 12 വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് അത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ഗുണിക്കുമ്പോൾ അല്ലെ, മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. 1 into 12 ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളേ? 3 into 4 ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 12 കിട്ടുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 6 into 2 ചെയ്യുമ്പോഴും 12 കിട്ടും അല്ലെ. ഇത്രയും ഓപ്ഷൻ ഉള്ളു അല്ലെ. 1 into 12 ചെയ്യുമ്പോൾ 12 കിട്ടും, 3 into 4 ചെയ്യുമ്പോൾ 12 കിട്ടും, വീണ്ടും 6 into 2 ചെയ്യുമ്പോഴും 12 കിട്ടും. അപ്പൊ നമുക്ക് കുറെ പേരുകൾ കിട്ടി അല്ലെ. 1ഉം 12ഉം 3ഉം 4ഉം 6ഉം 2ഉം ഇങ്ങനെ കുറെ പേരുകൾ കിട്ടി. ഈ പേരിൽ ആരായിരിക്കും നമ്മുടെ Wയും H ആയിട്ട് വരിക? അപ്പോഴാണ് നമ്മൾ എന്ത് നോക്കേണ്ടത് മക്കളെ? നമ്മുടെ W പ്ലസ് H ഇസ് ഈക്വൽ ടു 7 എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കേണ്ടത്. അതായത് Wനെയും Hനെയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണോടാ? 7 കിട്ടണം. അങ്ങനെ 7 കിട്ടുന്ന പെയർ ഇതിൽ ഏതാണെന്നൊന്ന് നോക്കി മക്കളെ. 1ഉം 12ഉം കൂട്ടിയാൽ 7 കിട്ടുവോ? ഇല്ല. 3ഉം 4ഉം കൂട്ടിയാൽ കിട്ടില്ലേടാ? 7 കിട്ടില്ലേ? 3 + 4 എത്രയാണ്? 7 ആണ്. അപ്പൊ 3നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 12ഉം കിട്ടുന്നുണ്ട്, 3നെ 4 കൊണ്ട് കൂട്ടുമ്പോൾ 7ഉം കിട്ടുന്നുണ്ട്. സോ നമ്മുടെ വിട്ടും ഹൈറ്റും ആകാൻ സാധ്യതയുള്ളത് ആരാണ്? 3ഉം 4ഉമാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് ഓഫ് ദ സൈഡ്സ് അല്ലെ. നമ്മുടെ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് the sides is equal to നമുക്ക് എന്താ വരിക? 3 centimeter and 4 centimeter. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയപ്പോ? നമ്മുടെ വശങ്ങളുടെ നീളം എന്ന് പറയുന്നത്, വശങ്ങളുടെ നീളം നമുക്ക് എത്ര കിട്ടിയടാ? 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണെന്ന് കിട്ടി. ഓക്കെ, നമുക്ക് സൈഡ്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നമ്മുടെ റെക്ടാംഗിൾ വരയ്ക്കാം അല്ലെ. മിസ് ഇവിടെ എന്താ റഫായിട്ടാണ് വരക്കുന്നത്. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് സ്കെയിൽ പെൻസിലൊക്കെ യൂസ് ചെയ്ത് വരക്കാം കേട്ടോ. അപ്പോൾ ഈ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എന്ന് നമുക്ക് വശങ്ങൾ കിട്ടി. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വിഡ്ത്ത് ഹൈറ്റ് അങ്ങനെ എടുക്കാം. 3 വിഡ്ത്ത് ആയിട്ടും 4 ഹൈറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചെടുക്കാം കേട്ടോ. എങ്ങനെ എടുക്കാം? വിഡ്ത്ത് 4ഉം ഹൈറ്റ് 3 ആയിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ മിസ് ഇവിടെ 4 സെന്റിമീറ്ററിനെയാണ് വിഡ്ത്ത് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ വിഡ്ത്ത് 4 സെന്റിമീറ്റർ ആയിട്ട്, നീളത്തിനെ 4 സെന്റിമീറ്റർ ആയിട്ട് മിസ് എടുക്കാണ്. അപ്പൊ ആദ്യം തന്നെ മിസ് എന്തെടുക്കണം? നമ്മുടെ സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തിട്ട് വേഗം ഒരു 4 സെന്റിമീറ്റർ അങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. എന്താ ചെയ്യണ്ടേ? സ്കെയിൽ എടുക്കുക, 4 സെന്റിമീറ്റർ മെഷർ ചെയ്യുക, ലൈൻ വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ഇനി ചെയ്യേണ്ട എന്താടാ? നമ്മള് സെറ്റ് സ്ക്വയർ അഥവാ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ, സെറ്റ് സ്ക്വയറോ അല്ലെങ്കിൽ പ്രൊട്രാക്ടറോ എടുക്കാം നിങ്ങൾക്ക്. ഇപ്പൊ സെറ്റ് സ്ക്വയർ ആയിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് ലൈനൊക്കെ വരയ്ക്കാനായിട്ടെ. അപ്പൊ സെറ്റ് സ്ക്വയറിന്റെ 90 ഡിഗ്രി വരുന്ന ഭാഗം ഇങ്ങനെ ലംബമായിട്ട് എങ്ങനെ ഇതിങ്ങനെ ഇരിക്കുന്ന ഭാഗം അല്ലേ, 90 ഡിഗ്രി. ഓക്കെ, ഈ ലംബമായിട്ട് ഇരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ പോയിന്റിൽ ഞാൻ വെക്കുന്നു.
കണ്ടല്ലോ. ഈ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം. നീട്ടി അങ്ങനെ വരച്ചേക്കാം. ഒന്നും നോക്കണ്ട, ഒന്ന് നീട്ടി അങ്ങനെ വരച്ചേക്കാം. ഓക്കെ, ഇനി വീണ്ടും സെറ്റ് സ്ക്വയറിന്റെ ലംബമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്ന ഭാഗത്തിനെ മിസ് ഈ പോയിന്റിൽ വെക്കുന്നു, ലൈൻ വരയ്ക്കുന്നു. സ്ട്രേറ്റ് ലൈൻ വരച്ചു കേട്ടോ. സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? നമുക്ക് ഹൈറ്റ് വേണ്ടത് എത്രയാടാ? 3 സെന്റിമീറ്റർ ആണ് അല്ലെ. 3 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത്. അപ്പൊ നമ്മളൊന്ന് സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഇവിടെ 3 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. 3 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. മിസ് മാർക്ക് ചെയ്തു. സ്കെയിൽ എടുത്തിട്ട് 3 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും 3 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. നമ്മുടെ സ്കെയിൽ വെച്ച് അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. സൂപ്പർ അല്ലെ. നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞു. എങ്ങനെ വരച്ചത്? റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൈഡ്സ് വേണമായിരുന്നു. സൈഡ്സ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിന്റെ ചെയ്യാം അല്ലെ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നേ? ഏരിയ 12ഉം പിന്നെ പെരിമീറ്റർ 16ഉമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാലോ. ഏരിയ ഇസ് ഈക്വൽ ടു 12 എന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 16 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സെന്റിമീറ്റർ സ്ക്വയറും സെന്റിമീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെ സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം സൈഡ്സ് കണ്ടുപിടിക്കണം. അപ്പൊ സൈഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവരുടെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. ഇക്വേഷൻ എഴുതിക്കോ. ഏരിയയുടെ ഇക്വേഷൻ എന്താടാ? വിഡ്ത് ഇൻടു ഹൈറ്റ്. അതാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നേ? 12 എന്ന് തന്നിരിക്കുന്നത്. ഇനി പെരിമീറ്റർ എന്താടാ? 2 ഇൻറ്റു വിഡ്ത് പ്ലസ് ഹൈറ്റ്. ഇതാണ് നമുക്ക് 16 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ 2നെ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പൊ ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ എന്താടാ സംഭവിക്കുക? മിസ് പറഞ്ഞു അല്ലെ, 2 അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? W പ്ലസ് H ഇസ് ഈക്വൽ ടു 16/2 എന്ന് കിട്ടും. 16/2 എത്രയാണ്? 16നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടൂടാ? 8 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടി. ഏതൊക്കെയാണ്? W പ്ലസ് H ഇസ് ഈക്വൽ ടു 8 എന്നും W ഇൻറ്റു H ഇസ് ഈക്വൽ ടു 12 എന്നും 2 ഇക്വേഷൻസിനെ മിസ് എടുത്ത് എഴുതാണേ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുമ്പോൾ 8ഉം ഗുണിക്കുമ്പോൾ 12ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ ആ നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്താ? ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് എടുക്കാം. ഏതൊക്കെയാണ് ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം 1 ഇൻറ്റു 12 അതെന്താണ്? 12 ആണ്. ഇനി അതുപോലെ 3 ഇൻറ്റു 4 അതും എത്രയാണ്? 12 ആണ്. ഇനി അടുത്തത് 6 ഇൻറ്റു 2 അതും എന്താണ്? 12 ആണ് അല്ലേടാ. ഓക്കെ, ഇപ്പൊ ഈ 3 പെയറുകൾ നമുക്ക് കിട്ടിയില്ലേ? ഇനി എന്താ നമ്മൾ നോക്കണ്ടേ? ഈ 3 പെയറിൽ ഏതിനെ മിസ് സെലക്ട് ചെയ്യും? ഏതിനെ ചെയ്യൂടാ? അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നോക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? 2ഉം കൂടി കൂട്ടുമ്പോൾ 8 കിട്ടണം. നോക്കിക്കോ, ഇതിൽ ഏത് പെയർ എടുക്കുമ്പോഴാണ് 2 നമ്പേഴ്സും കൂട്ടുമ്പോൾ 8 കിട്ടുന്നേടാ? ഒന്ന് നോക്കി. 6ഉം 2ഉം കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. സോ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? ലെങ്ത് ഓഫ് ദ സൈഡ്സ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സൈഡ്സ്, വശങ്ങളുടെ നീളം എത്ര വീതം നമുക്ക് എടുക്കാം? കൂട്ടുമ്പോൾ 8ഉം ഗുണിക്കുമ്പോൾ 12ഉം വരുന്ന നമ്പർ 6 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററുമാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റെക്റ്റാങ്കിളിന്റെ സൈഡ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം എന്ത് കണ്ടുപിടിക്കാം? എന്ത് ചെയ്യാം? നമ്മുടെ റെക്റ്റാങ്കിൾ അങ്ങോട്ട് വരയ്ക്കാം അല്ലെ. അപ്പൊ എങ്ങനെയാണെങ്കിലും എടുക്കാം. മിസ് പറഞ്ഞ പോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി എടുത്തെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ ഇവിടെ മിസ് ചെയ്യുന്നത് 6 സെന്റിമീറ്ററിന് വിഡ്ത്തായിട്ട് നീളമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് സ്കെയിൽ എടുക്കുക. 6 സെന്റിമീറ്റർ മെഷർ ചെയ്യുക, ലൈൻ വരയ്ക്കുക. 6 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. മിസ് ഇവിടെ റഫായിട്ടാണ് വരക്കുന്നത് കേട്ടോ. മിസ് വീണ്ടും പറയാണ്, റഫായിട്ടാണ് വരക്കുന്നത്. നിങ്ങൾ നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ സെറ്റ് സ്ക്വയർ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം.
പ്രൊട്രാക്ടർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 90 ഡിഗ്രിയിൽ ലൈൻ വരയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കാൻ പോവാണ്. അപ്പൊ സെറ്റ് സ്ക്വയർ നമ്മുടെ ഇവിടെ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതേ ലൈൻ വരയ്ക്കുകയാണ്, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, വീണ്ടും ഈ ഒരു പോയിന്റിൽ നമ്മുടെ അപ്പുറത്തെ എൻഡിൽ നമ്മൾ വെക്കുകയാണ്. വെച്ചിട്ട് വീണ്ടും നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ലൈൻ വരച്ചു. ഓക്കെ, ലൈൻ വരച്ചു. 2 ലൈൻസ് കിട്ടിയില്ലേ? നീട്ടി അങ്ങോട്ട് വരച്ചേക്കാട്ടോ, ഒന്നും നോക്കണ്ട, നീട്ടി വരച്ചോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാടാ? 2 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോ 2 സൈഡിലും വരച്ച ആ ലൈൻസിനെ 2 സെന്റിമീറ്റർ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി മിസ് ആരെ വിളിക്കുന്നു? നമ്മുടെ സ്കെയിലിനെ വിളിക്കുന്നു. സ്കെയിൽ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 2 സെന്റിമീറ്റർ മെഷർ ചെയ്യുന്നു. ഇവിടെ 2 സെന്റിമീറ്റർ മിസ് മെഷർ ചെയ്തു. വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. ഇവിടെയും 2 സെന്റിമീറ്റർ മെഷർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. കിട്ടിയ 2 പോയിന്റ്സിന് തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റെക്ടാങ്കിളിനെ കിട്ടി. ചതുരം നമ്മൾ വരച്ചു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റെക്ടാങ്കിൾ വരയ്ക്കുക അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടില് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചെന്താണ്? ഏരിയ അല്ലെ. ഒരു സ്ക്വയറിന്റെ ഒരു റെക്ടാങ്കിളിന്റെ അകത്തുള്ള സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത്. ആൻഡ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വിഡ്ത്തിനെയും ഹൈറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതും നമ്മൾ പഠിച്ചു. ഏരിയയും പെരിമീറ്ററും തന്നിട്ടുണ്ട് എങ്കിൽ റെക്ടാങ്കിൾ ചതുരം എങ്ങനെ വരക്കാമെന്നും നമ്മൾ പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾ ശരിക്കും ചെയ്ത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് തരികയാണ്. നോക്കിക്കോ, ഈ ഒരു ക്വസ്റ്റ്യനെ, ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏരിയ 12 ചതുരശ്ര സെന്റിമീറ്റർ ആൻഡ് പെരിമീറ്റർ 26 സെന്റിമീറ്റർ. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? സൈഡ്സ് കണ്ടുപിടിക്കാം, റെക്ടാങ്കിള് വരയ്ക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മക്കളെ. ഇനി അടുത്ത പാർട്ടായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരും കേട്ടോ. ഓക്കെ, അതുവരെ ബൈ ബൈ.